അമല ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സിംഗ് സമരത്തെ വിശ്വാസികളെ അണിനിരത്തി നേരിടാൻ ഒരുങ്ങുകയാണ് തൃശൂർ അതിരൂപത. ആശുപത്രി ചെയർമാനായ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെതിരായ പ്രതിഷേധം സഭയ്ക്കെതിരെ ഉള്ള പ്രതിഷേധമായി ചിത്രീകരിക്കുകയാണ്. സമരത്തെ നേരിടാൻ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകാൻ വൈദിക സമ്മേളനം തീരുമാനിച്ചു. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, ഇതിപ്പോ ഒരു വിശ്വാസ പ്രശ്നവും സഭയ്ക്കെതിരായ നീക്കവും ഒക്കെ ആക്കി മാറ്റുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാവുമല്ലോ. തീർച്ചയായും ഇക്കഴിഞ്ഞ 28 തീയതി നേഴ്സുമാർ ഈ സഭ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അതാണ് ഇപ്പോൾ ഈ സഭയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ നഴ്സുമാര് ആ ഹോസ്പിറ്റലിന്റെ മേലധികാരിയായി ഇപ്പൊ ഇരിക്കുന്ന ഒരു ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്ന ബിഷപ്പ്, ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്ന ആളുടെ വസതിയിലേക്ക്, അതായത് ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു മാർച്ച് നടത്തി. അതിനെയാണ് ഇപ്പോൾ വർഗീയത എന്നുള്ള ആ ഒരു ലൈനിലേക്ക് ഇവർ കൂട്ടാൻ നിൽക്കുന്നത്. കംപ്ലീറ്റ് വിശ്വാസികളൊക്കെ കൂട്ടി ഈ സഭയ്ക്കെതിരെയാണ് ഇവർ തിരിഞ്ഞതെന്ന് പറഞ്ഞ് ഒരു വലിയൊരു പ്രശ്നത്തിന് തിരി കൊളിക്കാൻ നിൽക്കുക. ഇവരെ ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? സഭയ്ക്കെതിരെ ആവാണെങ്കിൽ ഇവരെന്താ കർത്താവിന് വലുതും പറഞ്ഞോ, അല്ലെങ്കിൽ മറ്റുള്ള പുണ്യാളന്മാരെ വലുതും പറഞ്ഞോ? സഭയ്ക്ക് എതിരെ പറഞ്ഞു ഇവര്. ആ കൂട്ടത്തില് 60% ക്രിസ്ത്യാനികളായിരിക്കും നഴ്സുമാര്. ബാക്കി 40% വരുന്ന ഹിന്ദുക്കളും മുസ്ലിമുകളുമായ സഹോദരങ്ങള് ഈ സഭയ്ക്കെതിരെയാണോ എടുക്കുന്നത്? ഈ ഇരിക്കുന്ന 60%, 40% ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കളും മുസ്ലിമുകളും ആയിക്കോട്ടെ എന്ന് അവര് സഭയ്ക്കെതിരാണോ സമരം ചെയ്യുന്നത്? വർഗീയത എന്ന് പറയുന്ന നാശത്തെ ഇനി നിങ്ങളും കൂടി ലോഹിച്ചിട്ട് പുറത്തേക്ക് ഇറക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ കേരളത്തിൽ നടത്തിയില്ല. നിങ്ങൾ കുറെ വിശ്വാസികളെ കൂട്ടിയിട്ട് സഭയ്ക്കെതിരെയാണ് ഇവർ തിരിഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കണ ഒരു മണ്ടന്മാരാ. ഞാൻ പറയും, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നിങ്ങളല്ല വിശ്വാസികളും കൂട്ടി എന്തേ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഇപ്പൊ ഇല്ലാത്തുള്ളൂ. ഇനി നിങ്ങളും കൂടി ഉണ്ട് ഇറങ്ങ്. നിങ്ങളുടെ വാക്കും കേട്ട് പ്രശ്നം താങ്ങിയെടുക്കുന്ന കുറെ അന്ധവിശ്വാസികളുണ്ടല്ലോ, അവരും വന്നോളും. ഈ 60% ആ നഴ്സുമാരിൽ 60% ക്രിസ്ത്യാനികളായിരിക്കും. അപ്പൊ അവരൊക്കെ സഭയ്ക്കെതിരെ, അവരൊക്കെ തെമ്മാടിക്കുടിയിലുകൊണ്ട് അടക്കേണ്ടി വരും. അപ്പോ അവരവരുടെ കുടുംബക്കാരൊക്കെ സഭയ്ക്കെതിരെയാണ്. ബാക്കി 40% ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും അവർ ക്രിസ്ത്യാനികൾക്കെതിരെയാണ് പറഞ്ഞത്. നന്നാവും, തുടങ്ങിക്കോ. ഈ ബിഷപ്പ് എന്ന് പറയുന്നത് ഒന്നിനും ബിഷപ്പിന്റെ പണി ചെയ്യുക. ഈ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കും വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നത്, വേറെ നടത്തിക്കാൻ കൊടുക്കുന്നത്, വേറെ നിങ്ങൾ എന്തിനാ ഏറ്റെടുക്കണേ? ഇപ്പൊ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഇതുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പ്രതിഷേധിക്കുക, ആളുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. സാധാരണ അങ്ങനെയാണ് കീഴ്വഴക്കങ്ങൾ. നിങ്ങൾ അരമനയിൽ കയറിക്കുന്നതിന് അരമനയിലേക്ക് അവർ വന്നതിന് നിങ്ങൾ സഭയ്ക്കെതിരാക്കി തിരിയേണ്ട ആവശ്യം എന്നിട്ടോ? എല്ലാ വിശ്വാസികളെയും കൂട്ടി വിളിച്ച് നിങ്ങളൊരു വർഗീയത അങ്ങോട്ട് ഉണ്ടാക്കാൻ പോവുക. ആ കൂട്ടത്തിലുള്ള ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും അവരുടെ മനസ്സിലെന്തായിരിക്കും? വർഗീയത അവിടെ തൊലിപ്പിക്കാൻ പോവുക. ഇപ്പൊ കേട്ടില്ലേ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹി, പിന്നെ എന്നിട്ട് പറയാ വർഗീയവാദി. ഇനി നിങ്ങളും കൂടി തുടങ്ങാണല്ലോ, നിങ്ങളവിടെ തുടങ്ങ്. നിങ്ങളും സർക്കാരും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ഒരുക്കുന്ന തീരുമാനത്തെ തെരുവിലേക്ക് ഇട്ട് ഇതേപോലെ വർഗീയതയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനുള്ള പടക്കം നല്ല ക്രിസ്ത്യാനികളിൽ നിന്ന് കിട്ടും. അത് ഓർത്തു വെച്ചേക്ക്. നിങ്ങൾ ഇതിവിടെ വെച്ച് നിർത്തിക്കുക ഈ പരിപാടി. നിങ്ങളും ആ സ്ഥാപനവും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും തമ്മിലുള്ള പ്രശ്നം ഇത് വിശ്വാസികളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് വർഗീയത അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വലിയൊരു പ്രശ്നമാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടപ്പിക്കില്ല. ഇത് കേരള സർക്കാരിനോട് കൂടി പറയാനുള്ളത്, ഇവരുടെ ഉദ്ദേശം വേറെ രീതിയിലേക്കാണ് പോകുന്നത്.